പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെയും ഭരണപക്ഷവും തമ്മിൽ ചൂടേറിയ വാഗ്വാദമാണ് ഉണ്ടായത്. രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വിഷയം ഖർഗെ ഉന്നയിച്ചതിന് പിന്നാലെ മറുപടിയുമായി ഭരണപക്ഷവും രംഗത്ത് വന്നു. ലോക്സഭയിലെ കാര്യങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യാനാകില്ല എന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. जो होता है यहाँ पर उठाना उचित नहीं है। मैं पूछना चाहता हूँ, अगर पार्लियामेंट्री डेमोक्रेसी में 4-4 दिन पार्लियामेंट अगर अपोजिशन लीडर को बोलने के लिए नहीं देता है और वहाँ पर जो मुद्दे उठाए जाते हैं यहाँ पर वो उसकी चर्चा होती है, आप इंडिपेंडेंट नहीं हैं। लोकसभा राज्यसभा ये मिलके सरकार बनाती है। खरगे जी ने मिसलीड किया इस सदन में, खुद बोलते हैं कि ये लीडर ऑफ द एल्डर्स माना जाता है। यू मिसलेड द हाउस। आपने बोला कि वहां लीडर ऑफ अपोजिशन लोकसभा को बोलने नहीं दिया, ये आपने मिसलीड किया। उसको 40 मिनट्स तक 40 मिनट तक उसको स्पीकर ने टाइम दिया। वो रूल से बाहर बार बार बोल रहे हैं। स्पीकर का रूलिंग के बाद भी नहीं मानते हुए वो फिर रूल ब्रेक कर रहे हैं। രാഹുലിനെ പരിഹസിച്ച് ബാലന്റെ ബന്ദിയാകരുതെന്ന് JP നഡ്ഡയുടെ പരാമർശവും വിവാദമായി. ആൾക്കൂട്ടമർദ്ദനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തെ വിമർശിച്ച് ഖർഗെയും രംഗത്തെത്തി. പിന്നാലെ ആൾക്കൂട്ടാക്രമണമെന്ന പരാമർശം രേഖകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. TJ ജോസഫിന്റെ കൈവെട്ടിയ സംഭവം പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. And criticize us. Our पार्टी में क्या चला, हमारे पार्टी क्या आपके जैसा ये अपना लिंचिंग करती है, क्या आपके जैसा किसी को गालियां देती है, आपके जैसा कोई रेप करता है तो उसको समर्थन करता है. I respect the leader of the opposition, but I heard him say something that you people lynch. I'm sorry. I want that word removed. Honorable opposition leader is not right in commenting like this. In Kerala, during Congress rule, the hands of a teacher, Father Joseph, was chopped off. What action did Congress party take in Kerala? പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. നന്ദിപ്രമേയം ശബ്ദവോട്ടോടെ പാസാക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ലോക്സഭ ഇന്ന് സമ്മേളിച്ച് ഉടൻ തന്നെ നിർത്തിവച്ചിരുന്നു. അതിനുശേഷം അല്പസമയം മുൻപ് വീണ്ടും തുടങ്ങി. അപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴാണ് ഏറ്റവും ഒടുവിലായി 2 മണിവരെ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയവും ശബ്ദവോട്ടോടെ പാസാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് രാജ്യസഭയിൽ ലോക്സഭയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനവും തുടർന്ന് അതിനുള്ള ഭരണപക്ഷത്തിന്റെ മറുപടിയുമൊക്കെ. എന്താണെന്ന് പാർലമെന്റിൽ ഉണ്ടായത്? അനുജ, പാർലമെന്റിന്റെ ഈ ബജറ്റ് സമ്മേളനം അസ്വാഭാവികമായ ചില നടപടികൾക്ക് രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി, സംസാരിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതും ഒഴിവായിരിക്കുകയാണ് ലോക്സഭയിൽ. ഈ നന്ദിപ്രമേയം ശബ്ദവോട്ടോടെ ലോക്സഭ പാസാക്കിയിരിക്കുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇരു സഭകളിലും ഇന്നും ഉണ്ടായത്. ലോക്സഭ ആദ്യം സമ്മേളിച്ച ഘട്ടത്തിൽ 63 സെക്കൻഡ് മാത്രമാണ് സമ്മേളിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമന്ത്രിക്കെതിരായ പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയതോടെയാണ് സഭ പിരിഞ്ഞത്. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ച ഘട്ടത്തിൽ ഈ ഒരു പ്രതിഷേധം പ്രതിപക്ഷം ആവർത്തിച്ചു. അതിനിടെയാണ് ഈ നന്ദിപ്രമേയം ശബ്ദവോട്ടോടെ സ്പീക്കർ പാസാക്കിയത്. തുടർന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെയാണ് ലോക്സഭ ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് ഉണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നിഷേധിച്ചത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സഭയിൽ ഉന്നയിച്ചു. എന്നാൽ ലോക്സഭയിലെ കാര്യങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്ന പതിവില്ല എന്ന തടസ്സവാദവുമായി JP നദ്ദ രംഗത്തെത്തി. ഇതിനെ രാജ്യസഭാ അധ്യക്ഷനും പിന്നീട് പിന്തുണച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതിനിടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും JP നദ്ദയും നടത്തിയ പരാമർശങ്ങൾ അത് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രകോപിപ്പിക്കുകയും ശക്തമായ വാക്കുകളിൽ അദ്ദേഹം വിമർശനവുമായി രംഗത്തെത്തി.
ജെ പി നദ്ദ ഈ മല്ലികാർജുൻ ഖാർഗെക്ക് മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ ആ മറുപടി അവസാനിപ്പിച്ചത് താങ്കൾ പാർട്ടിയുടെ ബന്ദിയാകരുത്, ബാലകന്റെ ബന്ദിയാകരുത് എന്ന് പറഞ്ഞായിരുന്നു. ഇതിൽ പ്രകോപിതനായ മല്ലികാർജുൻ ഖാർഗെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയും നിങ്ങളുടെ പാർട്ടിയിലാണ് ഇത്തരത്തിൽ ബന്ദികളാക്കുന്നതും ഒപ്പം തന്നെ ബോണ്ടഡ് ലേബർ എന്ന വാക്കാണ് ജെ പിക്കെതിരെ മല്ലികാർജുൻ ഖാർഗെ ഉപയോഗിച്ചത്. കരാർ തൊഴിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങളാണ് എന്നും നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാൻ അധികാരമില്ല എന്നും ഒപ്പം തന്നെ ഈ ആൾക്കൂട്ട മർദ്ദനവും ബലാത്സംഗവും ബലാത്സംഗക്കാരെ പിന്തുണയ്ക്കുന്നതുമെല്ലാം നിങ്ങളുടെ പാർട്ടിയിലാണ് എന്നുമുള്ള വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നു. ഇതിന് മറുപടിയായി എഴുന്നേറ്റ ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് രാജസ്ഥാനിൽ തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയ സംഭവവും ഒപ്പം തന്നെ കേരളത്തിലെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവവും എടുത്തു പറഞ്ഞത് സഭയിൽ. അവർ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിൽ വാക്കുകളിൽ ചില ഫാദർ ജോസഫ് എന്നായിരുന്നു അവർ പറഞ്ഞത് എങ്കിൽ കേരളത്തിലെ ഈ സംഭവം സഭയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടായത് എന്നും അതിനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുമാണ് രാജ്യസഭയിൽ നിർമ്മലാ സീതാരാമൻ ചോദിച്ചത്. തുടർന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണ്. രാജ്യസഭ ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. അനുജ, രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലോക്സഭാ നടപടികളാകട്ടെ 2 മണിവരെ നിർത്തിവെച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.